റഷ്യ യുക്രൈൻ യുദ്ധം ഉടൻ അവസാനിപ്പിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ്. യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയുമായി നടന്ന ചർച്ചയിൽ മികച്ച പുരോഗതി കൈവരിക്കാനായെന്നും ട്രംപ് പറഞ്ഞു. ഫ്ലോറിഡയിൽ സെലൻസ്കിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. Our meeting was excellent. We covered, somebody would say 95%, I don't know what percent, but we have made a lot of progress on ending that war, which is really certainly the most deadly war since World War II, probably the biggest war since World War II. And I want to thank Steve Witkoff, who's here, and I'd like to thank Jared, who's here someplace. Thank you, Jared. Thank you, Steve. What a great job you've done. Maybe you want to say a few words, and then we'll speak over the next couple of weeks. We'll speak probably quite a bit, but we'll speak tomorrow. Thank you very much. Appreciate it. Thank you so much, Mr. President. Thank you. Thank you for everything. Dear colleagues, first of all, I would like to thank President Trump for a great meeting at this amazing place in his home in Mar-a-Lago. And we had a really great discussions on all the topics, and we appreciate the progress that was made by American and Ukrainian teams in these recent weeks. Special thanks to Steve Witkoff and Jared Kushner, and thank you to for their engagement and full commitment, and also to our team. ചർച്ചയ്ക്ക് മുൻപ് വ്ളാദിമിർ പുടിനുമായി ട്രംപ് 2 മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചു. MG മിഥുൻ വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുന്, യുദ്ധം ഉടൻ അവസാനിപ്പിക്കുമെന്നാണ് ട്രംപിന്റെ അവകാശവാദം. വീണ്ടും 20ഓളം സമാധാന നിർദ്ദേശങ്ങളുണ്ട്, നമുക്കറിയാം. അതിൽ ഏതാണ്ട് ഭൂരിഭാഗത്തിലും ധാരണയായിട്ടുണ്ടോ? രഞ്ജിത്ത്, വമ്പൻ പ്രഖ്യാപനങ്ങളൊന്നുമില്ല, പക്ഷേ സമാധാനം ഉടൻ തന്നെ പുലരുമെന്നുള്ള രീതിയിലുള്ള ചില സൂചനകളാണ് ട്രംപ് നൽകുകയും ചെയ്യുന്നത്. വ്ളാഡിമിർ സെലൻസ്കിയുമായി നടത്തിയ ഈ ഒരു കൂടിക്കാഴ്ചയിൽ, ഈ ഒരു ചർച്ചയിൽ ഏകദേശം 90% കാര്യങ്ങളിൽ ട്രംപ് മുന്നോട്ട് വെച്ച 20 ദിന പദ്ധതികളിൽ 90% കാര്യങ്ങളിൽ സെലൻസ്കി സമ്മതം മൂളിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ട്രംപ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ചില കാര്യങ്ങൾ, 1-2 കാര്യങ്ങളിൽ മാത്രമാണ് ഇനി ധാരണയാവേണ്ടിയിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് റഷ്യ പിടിച്ചെടുത്ത സ്ഥലങ്ങൾ അത് വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് നടക്കേണ്ടിയിരിക്കുന്നത്. അക്കാര്യത്തിൽ ഉടൻ തന്നെ ഒരു തീരുമാനമാകും. അതിലുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇനി ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ട്രംപ് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. ഇതിനു മുന്നോടിയായി നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ കീവിനെ ലക്ഷ്യമാക്കി റഷ്യയുടെ ഭാഗത്തു നിന്ന് കനത്ത ആക്രമണം ഉണ്ടായിരുന്നു. വലിയ രീതിയിൽ ആക്രമണത്തിൽ നാശനഷ്ടങ്ങളും ഒപ്പം തന്നെ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഈ ഒരു ചർച്ചയ്ക്ക് മുന്നോടിയായി ഉണ്ടായിരുന്നു. ഈ ആശങ്കകളൊക്കെ ഈ കൂടിക്കാഴ്ചയിലുടനീളം സെലൻസ്കി വ്യക്തമാക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു ഇന്നലെ ഈ ചർച്ച ആരംഭിക്കുന്നതിന് മുമ്പ് ഏകദേശം 2 മണിക്കൂറോളം വ്ളാഡിമിർ പുടിനുമായും ട്രംപ് ഫോണിലൂടെ സംസാരിക്കുകയും ചെയ്ത് ആ സംഭാഷണത്തിലും ഒരു സമാധാനത്തിലേക്ക് നീങ്ങുന്ന തരത്തിലുള്ള ചില ശുഭാപ്തി വിശ്വാസങ്ങൾ ട്രംപ് പ്രകടിപ്പിക്കുന്നുണ്ട്. അത്തരത്തിലൊരു ധാരണയിലേക്ക് ഉടൻ എത്താനാകുമെന്നുള്ള രീതിയിൽ പുടിനും സമ്മതം മൂളിയിട്ടുണ്ട് എന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്യുന്നത്. ബുഡാപെസ്റ്റ് അടക്കമുള്ള പ്രധാനപ്പെട്ട നഗരങ്ങൾ അത് വിട്ടു നൽകണമെന്നുള്ള ആവശ്യത്തിൽ ഇപ്പോഴും സെലൻസ്കി ഉറച്ചു നിൽക്കുന്നുണ്ട്. പക്ഷേ അതിലൊരു വിട്ടുവീഴ്ച ചെയ്യാൻ ചിലപ്പോൾ സെലൻസ്കി തയ്യാറാക്കുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ഈ ഒരു സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഇരുവരുടെയും പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ജനുവരിയിൽ വീണ്ടും ഒരു ചർച്ചയ്ക്കുള്ള സ്കോപ്പ് അതിനൊരു വഴി തുറന്നിട്ടുകൊണ്ട് തന്നെയാണ് ഈ ചർച്ച അവസാനിപ്പിക്കുകയും ചെയ്തത്. സെലൻസ്കിയുമായി വീണ്ടും ട്രംപ് കൂടിക്കാഴ്ച നടത്തും, ചർച്ച നടത്തും. ഒപ്പം തന്നെ വ്ളാഡിമിർ പുടിനെ നേരത്തെ തന്നെ ആ ഒരു രീതിയിലുള്ള ചില അഭ്യൂഹങ്ങളുണ്ടായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതായത് ഒരു ത്രികക്ഷി ചർച്ചയ്ക്ക് വഴിയൊരുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകണമെന്നുള്ളത് തന്നെയായിരുന്നു. അതിൽ ആദ്യഘട്ടങ്ങളിലൊക്കെ ഒരു ശുഭസൂചനകൾ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും അത് പിന്നീട് താളം തെറ്റുകയും ഒപ്പം തന്നെ ആ ചർച്ചകൾ വഴിപൊട്ടി പോവുകയും ചെയ്തതാണ് നമ്മൾ കണ്ടത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ സെലൻസ്കിയും പുടിനെയും ഒപ്പം തന്നെ ട്രംപും ഒരുമിച്ചിരുന്നുള്ള ഒരു ത്രികക്ഷി കൂടിയാലോചനകൾ, ഒരു ചർച്ചയ്ക്ക് സ്കോപ്പുണ്ട് എന്ന തരത്തിലുള്ള ചില വിവരങ്ങൾ കൂടി ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. എന്തായാലും പുടിൻ നേരത്തെ വ്യക്തമാക്കിയതുപോലെ തന്നെ അവർ എന്തിനാണോ ഈ ഒരു യുദ്ധം തുടങ്ങിയത് അത് ആ നേട്ടം അവർക്ക് സ്വന്തമാകുന്നത് വരെ ഇതിൽ നിന്ന് പിന്നോട്ടില്ല എന്ന രീതിയിൽ നിലപാടിൽ ഉറച്ചു തന്നെ റഷ്യ നിലനിൽക്കുമ്പോൾ പോലും തന്നെ ഏകദേശം 4 വർഷത്തോളം അരക്കുന്നു. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം കണ്ട ഏറ്റവും വലിയ ഒരു മാരകമായ യുദ്ധമായി തന്നെയാണ് ഇതിനെ ഡൊണാൾഡ് ട്രംപ് കണക്കാക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഉടൻ അവസാനിപ്പിക്കണം, അതിനുവേണ്ടി ഏത് ശ്രമവും തൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നും അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നതെന്ന് പറയുകയും ചെയ്യുന്നു. എന്തായാലും ഇനി ജനുവരിയിലാണ് അടുത്ത കൂടിക്കാഴ്ച, അടുത്ത ചർച്ചകൾ നടക്കുന്നത്. അതിൽ പുടിൻ അക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നത്. ഒപ്പം ഈ ഈ ചർച്ചകൾക്കൊക്കെ തൊട്ട് മുൻപ് തന്നെ മിഥുന് നമ്മൾ കണ്ടതാണ്, റഷ്യയുടെ
യുക്രൈനിലേക്കുള്ള കീവിലേക്ക് മറ്റുമുള്ള വലിയ ആക്രമണം നടത്തി അവിടുത്തെ നിരവധി സ്ഥലങ്ങളിൽ വലിയ നാശനഷ്ടം സംഭവിക്കുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായി. ഒരു ഭാഗത്ത് ഈ ട്രംപ് ഇങ്ങനെ സമാധാന ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴും ഈ പുടിൻ എത്രത്തോളം ഇത് വഴങ്ങുമെന്നുള്ളതാണ്. പുടിന് പല ആവശ്യങ്ങളുണ്ട്. യുക്രൈൻ്റെ പല സ്ഥലങ്ങൾ വിട്ടുകൊടുക്കണം. അവിടുത്തെ ഈ നാറ്റോയിലടക്കം അംഗത്വത്തിനായി ശ്രമിക്കാൻ പാടില്ല ഈ കുറഞ്ഞ 20 വർഷത്തേക്കെങ്കിലും. അങ്ങനെ ഒരിക്കലും സെലൻസ്കിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത നിരവധി ആവശ്യങ്ങൾ പുടിനുണ്ട്. തീർച്ചയായും അത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെയാണ്, അതായത് ഇപ്പോൾ പുടിനെ ചൊടിപ്പിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ചില പ്രതികരണങ്ങൾ റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതായത് യൂറോപ്യൻ യൂണിയനും സെലൻസ്കിയും ചേർന്നുകൊണ്ട് ഈ ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ള 20 ദിന പദ്ധതിയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു ആരോപണം ഇത്തരത്തിൽ പുടിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് കീവിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് വലിയ രീതിയിലുള്ള ആക്രമണം. നമുക്ക് ഈ ഒരു ചർച്ചയുടെ ഒക്കെ ഭാഗമായി കുറച്ച് ആക്രമണങ്ങളൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ പൊടുന്നനെ വീണ്ടും അതിശക്തമായ രീതിയിൽ ഡ്രോണുകൾ ഉപയോഗിക്കുന്നു. ഒപ്പം തന്നെ മിസൈലുകൾ കീവിനെ ലക്ഷ്യമാക്കി പായുന്നു. വ്യോമപ്രതിരോധ സംവിധാനങ്ങളൊക്കെ അതിനെ ഒരു പരിധിവരെ തടയാൻ ശ്രമിച്ചുവെങ്കിൽ പോലും തന്നെ വലിയ നാശനഷ്ടങ്ങൾ കീവിനെ സംബന്ധിച്ച് ഉണ്ടാവുകയും ചെയ്തു. നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ പ്രധാനപ്പെട്ട നഗരങ്ങൾ, തന്ത്രപ്രധാനമായ ചില പ്രദേശങ്ങൾ ഇത്തരത്തിൽ യുക്രൈൻ്റെ ഇപ്പോൾ റഷ്യയുടെ ഭാഗമായിട്ടുണ്ട്. അവിടെയൊക്കെ റഷ്യൻ സൈന്യം അത് പിടിച്ചടക്കുകയും അവിടുന്ന് ആളുകളെ ഒഴിപ്പിക്കുന്നതൊക്കെ നമ്മൾ കാണുകയും ചെയ്തതാണ്. ഇതിൽ നിന്ന് ഇവർ പിന്നോട്ട് പോകണം, റഷ്യൻ സൈന്യം പിന്നോട്ട് പോകണം. ഒപ്പം തന്നെ നാറ്റോ അംഗത്വം സ്വീകരിക്കരുത് എന്ന് പറയുന്ന ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകില്ല എന്ന രീതിയിൽ ചില പ്രതികരണങ്ങൾ യൂറോപ്യൻ യൂണിയൻ നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ വരികയും ചെയ്തു. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയായിരുന്നു ഇങ്ങനെ ഒരു നീക്കം റഷ്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തത്. എന്തായാലും ഈ ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ള 20 ദിന പദ്ധതിയിൽ ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നില്ല. അതായത് റഷ്യ പിടിച്ചടക്കിയിട്ടുള്ള ഈ പ്രദേശങ്ങൾ തിരികെ യുക്രൈന് നൽകണമെന്നുള്ള ആവശ്യം ഈ 20 ദിന പദ്ധതിയിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു ആരോപണങ്ങൾ ശക്തമാവുകയും ചെയ്തത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും റഷ്യയുടെ ഭാഗത്തുനിന്നൊരു കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ചർച്ചകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും റഷ്യയുടെ അനുകൂലമായി ഈ കാര്യങ്ങൾ വരുമെന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. MG മിഥുനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.